ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. CPI മാവോയിസ്റ്റിന്റെ കേന്ദ്ര നേതാക്കളെ ആയ 2 പേരെയാണ് വധിച്ചത്. രാജു ദാദ എന്നറിയപ്പെടുന്ന രാമചന്ദ്ര റെഡ്ഡി, കോസദാദ എന്നറിയപ്പെടുന്ന സത്യനാരായണ റെഡ്ഡി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗൗതം അമർകുഞ്ചം ചേരുകയാണ്. ഗൗതം, ഈ വർഷം മാത്രം ഇത് മാവോയിസ്റ്റ് വേട്ട 250 കടക്കുകയാണ്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? രജീഷ്, ഏറ്റുമുട്ടൽ തുടരുന്നു. അതൊരു ഓപ്പറേഷന്റെ ഭാഗമായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ നക്സലൈറ്റുകളെയും മാവോയിസ്റ്റുകളെയും അറുതി വരുത്തുമെന്ന നിലയിൽ തന്നെയാണ് നേരത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ ഒരു ഓപ്പറേഷൻ നടന്നത്. ഇന്നത്തെ ഓപ്പറേഷനിൽ CPI മാവോയിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ 2 പേരാണ് രാമചന്ദ്ര റെഡ്ഡിയും സത്യനാരായണ റെഡ്ഡിയുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ തലയ്ക്ക് 45 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ഈ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലാണ് ഉണ്ടായതെന്നും ഏറ്റുമുട്ടൽ നടന്നതിനിടയിൽ വെടിവയ്പ് നടക്കുകയായിരുന്നെന്നാണ് സുരക്ഷാ സേന നൽകുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും വിവിധ ആയുധങ്ങളും ആയുധശേഖരവും പിടികൂടിയിട്ടുണ്ട് എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം AK-47 റൈഫിൾ, ഇൻസാസ് റൈഫിൾ, അതോടൊപ്പം തന്നെ BGL ലോഞ്ചർ ഉൾപ്പെടെ ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ സ്ഫോടക വസ്തുക്കൾ, അതായത് RDX ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ, അതിന് സമാനമായിട്ടുള്ള വസ്തുക്കളും കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുമുണ്ട്. എന്തായാലും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട വ്യാപകമായി തുടരുകയാണ് എന്ന് വേണം വ്യക്തമാക്കാൻ. രുചിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 250 മുകളിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ തന്നെ വധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇതിനിടയിൽ മാവോയിസ്റ്റുകളുടെ തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതും ഏറെ ചർച്ചയായതായിരുന്നു. വെടിനിർത്തലിന് തയ്യാറാണെന്ന് മാവോയിസ്റ്റുകൾ പ്രഖ്യാപിക്കുന്നതായിരുന്നു ആ പ്രസ്താവന. പക്ഷെ അതിന്റെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോഴും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സുരക്ഷാ സേന നൽകുന്ന വിശദീകരണം. ശരി ഗൗതം അമർകുഞ്ചം, എന്തായാലും 250 മുകളിൽ ആളുകളാണ് ഈ വർഷം മാത്രം ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ 2 പ്രധാന നേതാക്കളെയാണ് സുരക്ഷാ സേന വധിച്ചത്.